ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈകളും കാലുകളും അതേപോലെ കൈമുട്ട്, കാൽമുട്ട്, കക്ഷം, കഴുത്ത് എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ഒരു കറുപ്പ് നിറം ഉണ്ടല്ലോ, അത് മാറിയിട്ട് നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കൈകളും കാലുകളും നല്ല സുന്ദരാക്കുക, അതേപോലെ തന്നെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് നിറമെല്ലാം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യുക. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവ് വെറും കൈകളിൽ യൂസ് ചെയ്യേണ്ട അളവ് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. അതായത് കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര പൊടിച്ചതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും 1/2 ടേബിൾ സ്പൂൺ തന്നെ. എല്ലാം 1/2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനി 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് നമുക്ക് വേണ്ടത്. ഒരുപാടൊന്നും ചെറുനാരങ്ങ നീര് അരമുറി കംപ്ലീറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അരമുറിയുടെ ഒരു ടേബിൾ സ്പൂൺ നീര് മാത്രം എടുത്താൽ മതി. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാൽ എന്ന് പറയുന്നത് തിളപ്പിച്ച പാലൊന്നല്ല, സാധാരണ പച്ചപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും 1 ടേബിൾ സ്പൂണോളം, 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കുക. അതായത് നമ്മുടെ പാക്ക് നമുക്ക് തേക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാര, കോഫി ഇത് രണ്ടും നന്നായിട്ട് അതിലേക്ക് അലിഞ്ഞ് ചേരണം. അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു തരിതരിപ്പ് ഉണ്ടാവരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് മുഖത്തിടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളിത് മുഖത്ത് ഡെയിലി ഇടരുത് കേട്ടോ. കാരണം ഇതൊരു സ്ക്രബായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇത് മുഖത്തിടുന്നത് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന അടിപൊളി പാക്കാണിത്. കൈകളിലും കാലുകളിലും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ കറുപ്പ് കളറുള്ള സ്ഥലത്ത് നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത്, കഴുത്തിൽ, കക്ഷത്തിൽ, അതുപോലെ തന്നെ ിലെല്ലാം നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി കഴുകുക. അതിനുശേഷം നമ്മുടെ കൈകളിലേക്കാണ്, അതായത് കൈയിൻ്റെ നമ്മുടെ എന്താ പറയുക, കൈ നല്ല സുന്ദരമാവാനും അതേപോലെ കാല് സുന്ദരമാവാനും ഈ ഒരു പാക്ക് വളരെയധികം സഹായിക്കും. ഇത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. 10 മിനിറ്റ് കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവുന്നില്ല, എന്നാലും ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ 10 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇത് നല്ലോണം ഒന്ന് തേച്ച് പിടിക്കുക. 1 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഏത് ഭാഗത്താണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഏകദേശം നല്ലോണം തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത ആ ചെറുനാരങ്ങയുടെ ആ തോടുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ പാക്ക് ഒന്നും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മൾ തേച്ച ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക. 2 മിനിറ്റ് ഉറപ്പായിട്ട് മസാജ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾക്ക് എന്തിനാണോ നിങ്ങളത് യൂസ് ചെയ്തത് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ കണ്ടോ അതിന് കളറ് വരുന്നത് കണ്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇനി ആ ചെറുനാരങ്ങയിൽ നമ്മുടെ ആ പാക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായി ഒരച്ചു കൊടുക്കുകയാണ്. ഒരച്ചു കൊടുക്കുമ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. സോഫ്റ്റ് മസാജ്, നല്ല അമർത്തി തേക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. ആ ഒരു ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചിട്ട്, ആ ഒരു ചെറുനാരങ്ങേൻ്റെ തോട് ഉപയോഗിച്ചിട്ട് ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് തന്നെ നിങ്ങൾ മസാജ് ചെയ്യണം. 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് സർക്കുലറിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്രത്തോളം നല്ലൊരു കളറ് നമ്മുടെ കൈക്കായാലും കാലിനായാലും കഴുത്തിലായാലും കക്ഷത്തിലായാലും നമുക്ക് കിട്ടും. അപ്പോൾ മുഖത്ത് നിങ്ങൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെറുനാരങ്ങ ഇട്ടിട്ട് തേച്ചിട്ട് എടുക്കണം എന്നില്ല കേട്ടോ. ആ ഒരു പാക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി. അല്ലാണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുഖത്ത് ചെയ്യേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറുനാരങ്ങ ഡയറക്റ്റ് ഫേസിലേക്ക് കൊടുക്കുന്നത് നല്ലതല്ല. നമ്മൾ ഏതെങ്കിലും പാക്കിൻ്റെ കൂടെയെല്ലാം ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഒരിക്കലും നമ്മൾ ചെറുനാരങ്ങ ഡയറക്റ്റ് നമ്മളെ ഫേസിലേക്ക് ഇടരുത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ട് കൊണ്ടുവരാം.
അപ്പം ഞാൻ കൈ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. കൈക്ക് നല്ലൊരു ഗ്ലോ വരും. എന്താ പറയുക, നമുക്ക് ആ ഒരു ഫസ്റ്റ് യൂസ് കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ തന്നെ നമ്മൾ വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫേസിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യേണ്ടൂ. അത് ചെയ്യുന്ന സമയത്ത് റിമൂവ് ചെയ്യുന്നേരം ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത ആ ഒരു ചെറുനാരങ്ങ ഇട്ട് വരച്ചിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട മുഖത്ത്. ബാക്കി എല്ലാ സ്ഥലത്തും കഴുത്ത്, കാല്, അവിടെയെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള കൈയും ഇപ്പോൾ ഉള്ള കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈ നല്ല സുന്ദരമാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ വെയിൽ കൊണ്ടിട്ടെല്ലാം കൈ കറുത്തു പോയ ആൾക്കാർ ഒരുപാടുണ്ടാവും. അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണ്. ആഴ്ചയിൽ 1 ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങളിത് ചെയ്താൽ ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ വന്ന് അറിയിക്കണം. അപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടാൽ അത് ബാക്കിയുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.